നമസ്കാരം, ഞാൻ മുസൂറിയിലാണ്. ഡെറാഡൂൺ ഇന്ത്യയുടെ സ്കൂൾ ക്യാപിറ്റലാണ്. ഇവിടെ വലിയ തണുപ്പാണ്. ഞാൻ ഇവിടുത്തെ ഒരു ഐക്കോണിക് കഫേയിലാണ്. 2 ദിവസമായിട്ട് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ പല വാർത്തകളും അറിയുന്നില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത 2 ദിവസം മുമ്പ് കേരള ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. എല്ലാ പുരുഷന്മാരുടെയും വിജയം കൂടിയാണ് ഈ വാർത്ത. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന് ശേഷം അതിശക്തമായ നിലപാടുമായിട്ടാണ് കേരള ഹൈക്കോടതി വീണ്ടും വന്നിരിക്കുന്നത്. ഇത് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചാണ്. ആ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ച് എടുത്തു കാണിക്കുന്നു, ഇന്ത്യൻ സ്ത്രീകൾ വ്യാജ ലൈംഗിക അതിക്രമ പരാതികൾ ഉന്നയിക്കില്ല എന്ന ധാരണ കാലഹരണപ്പെട്ടു. വളരെ പ്രസക്തം. ഇന്ത്യയിലെ സ്ത്രീകൾ വ്യാജമായി ലൈംഗിക അതിക്രമ പരാതികൾ ഉന്നയിക്കില്ല എന്ന ധാരണ കാലഹരണപ്പെട്ടു. ഹൈക്കോടതി വിവാഹം നടന്നില്ലെന്ന കാരണത്താൽ മാത്രം ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമായി കാണാനാകില്ല. ഇന്ത്യൻ സ്ത്രീകൾ ഇങ്ങനെ വ്യാജ പരാതി ഉന്നയിക്കില്ല എന്നാണ് നമ്മൾ പണ്ട് കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് ആ ധാരണ നിലനിൽക്കുന്നില്ല. സമീപ വർഷങ്ങളിൽ നിരവധി വ്യാജ ബലാത്സംഗ കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു. ലൈംഗിക അതിക്രമ പരാതികൾ എപ്പോഴും ശരിയാകണമെന്നില്ല എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. വ്യക്തിവിരോധം തീർക്കുന്നതിനും നിയമവിരുദ്ധ ആവശ്യങ്ങൾക്കായിട്ടും സ്ത്രീകൾ വ്യാജ പരാതി നൽകുന്നുണ്ട്. പരാതികളിൽ പലതും ആധികാരികതയില്ലാത്തതാണ്. വിവാഹം നടന്നില്ലെന്ന കാരണത്താൽ മാത്രം ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമായി കാണാൻ കഴിയില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോലീസ് കേസെടുക്കരുതെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അദ്ദേഹം അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പട്ടാമ്പി കൊപ്പം സ്വദേശിക്കെതിരായ കേസ് റദ്ദാക്കിയാണ് പരാതി. പരാതിക്കാരിയും ഹർജിക്കാരനും 2014 മുതൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു. ഇത് വലിയൊരു വിജയമാണ്. ഇതേപോലുള്ള വ്യാജ പരാതികൾ നമുക്ക് തടയാൻ കഴിയണം, അവസാനിപ്പിക്കാൻ കഴിയണം. ഇത് അങ്ങനെ ഫോൾസ് റേപ്പ് കേസുകൾക്കെതിരെയുള്ള വലിയൊരു വിജയം കൂടിയാണ്.